എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് കാണാൻ പോവാണ് കേട്ടോ. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂസ് ചെയ്ത അതേ ബെനിഫിറ്റോടെ തന്നെ ഇപ്പോഴും അതിൻ്റെ ആ ഫേസ് പാക്ക് എനിക്ക് യൂസ്ഫുള്ളായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ ഇടാന്ന്. അപ്പോൾ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു അടിപൊളി പിഗ്മെൻറ്റേഷനും മുഖത്തെ കുരു വന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വിശേഷം എന്താ, സുഖമാണോ, എങ്ങനെയുണ്ട്? മഴക്കാലമായിട്ട് ഒരുപാട് മഴക്കെടുതികളൊക്കെ ന്യൂസിൽ കാണുന്നുണ്ട്. എന്തായാലും വയനാട്ടിൽ ഇപ്പം മഴയുടെ ഇതിൽ നമ്മുടെ താമസിക്കുന്ന ഏരിയയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു കേട്ടോ. എല്ലാവരും സേഫായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ വെറുതെ സംസാരിച്ച് വലിച്ചു നീട്ടണ്ടല്ലോ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ധാത്രിയുടെ ഫേസ് പാക്ക് ആട്ടോ. അപ്പം ആൾക്കാർ ആയിരിക്കും ധാത്രിയുടെ ഫേസ് പാക്കോ, ഇതൊക്കെ ആര് റിവ്യൂ, പണ്ടത്തെ ജാമോൻ്റെ കാലത്തിലല്ലേ ഇടുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ജാമോൻ്റെ കാലത്തിലുള്ള സാധനമാണെങ്കിലും ഇതൊരു നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഈ ആഗ്നെ ഉള്ളവർക്കും നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ കഴുത്തിലൊക്കെ വരുന്ന കരിവാളിപ്പും അങ്ങനെയുള്ളതും പിന്നെ മുഖത്ത് വരുന്ന കുരു പോയിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. സീരിയസ് ആയിട്ട് പറയാണ്, നിങ്ങൾ എനിക്ക് യൂസ് ചെയ്തിട്ട് അത്രയും ബെനിഫിറ്റ് പണ്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് റീസെൻ്റായിട്ട് ഒരു 1 വീക്കായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രഗ്നൻസിയിലിരിക്കുകയാണെന്ന് പലർക്കും അറിയാമല്ലോ. അപ്പോൾ പുതുതായി കാണുന്നവരുണ്ടെങ്കിലും ഞാനിപ്പോൾ പ്രഗ്നൻസിയിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിൽ ഒരുപാട് ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും പിന്നെ പണ്ട് പോയ കുരുയുടെ പാടൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് റെറ്റിനോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സമയത്ത്. അപ്പം ഞാൻ കരുതി എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോഴും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഈ സാധനത്തിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെയുള്ള കടകളിലൊക്കെ തപ്പി, പക്ഷേ എവിടെ ഈ സാധനം കിട്ടാനില്ല. അത് ഡിമാൻഡ് കൊണ്ടായിരിക്കത്തില്ല, കാരണം പലരും ഇതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യില്ല. കുറേ സിറം ഒക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ട് അതിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് 200 റുപ്പീസിന് അങ്ങനെ സാധനം എത്തി. അന്ന് എന്തായിരുന്നു അതിൻ്റെ സ്മെല്ല്, അതേ സ്മെല്ല് തന്നെ ഇപ്പോഴും കേട്ടോ. ഇതിൽ കോലരക്ക്, മഞ്ഞൾ, മരമഞ്ഞൾ, ഇരട്ടി മധുരം, ഇങ്ങനത്തെ ഐറ്റംസ്, അതിന് കറക്റ്റ് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ മെഷർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ആക്നെ ഉള്ളവർ, അതായത് സൈഡ് എഫക്റ്റ് ആയിട്ടല്ലാത്ത ആക്നെ ഉള്ളവരുണ്ടാവുമല്ലോ, നോർമലി വരുന്ന ആക്നേസ്, അതുപോലെ കുറച്ച് പാടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളവർ യൂസ് ചെയ്യണ്ട, കാരണം എങ്ങനെ ഇത് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നോർമൽ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെള്ളത്തിലാണ് യൂസ് ചെയ്യാറ്. നോർമൽ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ കുറേ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രം ചെറുനാരങ്ങ ഒന്നും യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നോർമൽ വാട്ടറിൽ തന്നെ യൂസ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. വൈകുന്നേരം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതൊരു 15-20 മിനിറ്റ് ഇട്ടാൽ മതി. 3 മിനിറ്റ് അതിൽ പറയുന്നത്, നമ്മളൊരു 10-15 മിനിറ്റ് അത് ഉണങ്ങുന്നവരെ ഒന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് വെക്കുക. നോർമൽ ഫേസ് പാക്ക് എങ്ങനെ ഇടുമോ അതുപോലെ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. എങ്ങനെയാണ് ഇത് നമ്മൾ ഇടേണ്ടത്, യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, ഞാൻ എങ്ങനെ യൂസ് ചെയ്യാറെന്നുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ വീഡിയോ സൈഡിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന് നല്ലൊരു മാറ്റം വരും. ഇട്ട ഒരു ദിവസം തന്നെ മാറ്റം വരത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഈവനിങ് ഇട്ട് പോവുക. ഒരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാവും കേട്ടോ. നമുക്ക് വരുന്ന കരിവാളിപ്പൊക്കെ നല്ലപോലെ മാറ്റം വരും. അതുപോലെ പാട് ഫെയ്ഡായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനമാണ്. വലിയ എക്സ്പെൻസീവ് അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് ഇതാക്കാം. ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണെന്നുള്ളവർ നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സ്കിന്ന് ബാലൻസ്ഡ് ആയിട്ട് പോയിക്കോളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാത്രിയുടെ പ്രൊഡക്റ്റ് പലതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട്, പലതും മീൻസ് ഇതിൻ്റെ ക്രീം കിട്ടും, പക്ഷെ എനിക്ക് അതിൽ വലിയ ബെനിഫിറ്റ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഫേസ് പാക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ ക്രീമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഫേസ് പാക്കും അതുപോലെ താത്തിയുടെ ഷാമ്പൂ ഗ്രീൻ കളറിൽ വരുന്ന നോർമൽ ഷാമ്പൂ അല്ലേ, അതും അടിപൊളിയാണ്. അതാണ് ഞാൻ എപ്പോഴും തലയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറേ താരൻ വരാത്തതും അതുപോലെ ഭയങ്കര ഫ്രിസി ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഓരോരുത്തരും മുടിയിട്ട് ടെക്സ്ചർ പോലെയല്ലേ, അപ്പം അങ്ങനെ. അപ്പം ഇത് കുരുവൊക്കെ ഒരു വിധം മാറും. അതേപോലെ നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഇതാക്കിയിട്ടില്ലെന്ന്. പിന്നെ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ചേരണമെന്നില്ല, അതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ഓടിപ്പോയി മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആയുർവേദിക് പ്രോഡക്റ്റ് നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും, മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. എനിക്കിതിൽ ഇത് യൂസ് ചെയ്തിട്ട് ബാഡായിട്ടൊന്നുമില്ല. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നാണ്. ഇത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പിമ്പിൾസ് പോവും, മാർക്സ് പോവും. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. ഞാനിത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കാരണം എനിക്ക് ഇവിടെയൊക്കെ കറുപ്പ് വരാൻ തുടങ്ങി. അയൺ എടുക്കുന്നതിൻ്റെയാണോ ഹോർമോൺ ഇംബാലൻസിൻ്റെ ആയിരിക്കണം നമുക്ക് സ്കിന്നിൽ വരുന്നത്. അതുപോലെ പഴയ എവിടുന്നാണ് ഈ പാടും സ്കാറും എഴുന്നേറ്റ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം ഡെലിവറി കഴിയുമ്പം ബാക്ക് ടു നോർമൽ ലോട്ട് നമ്മൾ ഹോർമോണൊക്കെ റെഡിയാവും എന്ന് വിശ്വസിക്കാം വിചാരിച്ച് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വയ്യ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സംസാരിക്കാൻ വയ്യ, ആഗ്രഹം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വയ്യ. കാരണം ഇപ്പം 9 months ഒക്കെ ആയി. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അങ്ങ് എന്താ പറയുക, ഭയങ്കര ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് കാരണം സത്യം പറയുക എനിക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ ഗൈസ്, വീഡിയോ തന്നെ എടുക്കാൻ വയ്യ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോവുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, കാരണം ഡെലിവറി അടുത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ എല്ലാം സക്സസ്ഫുള്ളായിട്ട് കുഞ്ഞും ഞാനും ഒക്കെ ഓക്കെ ആവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥന വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്കിൻ കെയർ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. ജെനുവിനായിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം, ആമസോണിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക. അത്രയേ ഉള്ളൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.